വെക്കേഷനിലൂടെ അടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. കഴിഞ്ഞ ആഴ്ച ഒരു കുട്ടി വന്നിരുന്നു. ഹിഫ്ളൊക്കെ കഴിഞ്ഞതാണ്, ഹാഫിളാണ്. പക്ഷേ ആ കുട്ടിയുടെ ഇപ്പോൾ ഉള്ള അവസ്ഥ വളരെ ദയനീയമാണ്. കാരണം ഉപ്പ മരിച്ചു പോയിട്ടുണ്ട്, ഉമ്മയാണുള്ളത്. ഉമ്മയാണെങ്കിൽ ചില മാരകമായ രോഗങ്ങളുണ്ട്, അതാരും വല്ലാതെ ആരും അറിയിക്കാറില്ല. പക്ഷേ എൻ്റെ ശേഷം എൻ്റെ കുട്ടി വെറുതെ ആയിപ്പോകരുത് എന്ന ചിന്ത ഉള്ളതുകൊണ്ട് ഉമ്മ ഇങ്ങനെ നിരന്തരം ഇവൻ ഉഷാറാകാൻ വേണ്ടി പരിശ്രമിക്കുന്നു. പക്ഷെ ഈ പരിശ്രമിക്കുന്നതിനനുസരിച്ച് കുട്ടി വീണ്ടും വീണ്ടും വഷളാകുന്നു. ഈ ഉമ്മയും മകനും തമ്മിൽ അകന്നുകൊണ്ടേയിരിക്കുന്നു. ഈ കുട്ടിക്ക് പല പ്രശ്നങ്ങളും അവർ പറയുന്നുണ്ട്. അവർ പലതവണ എന്നെ വിളിച്ചു. അങ്ങനെയാണ് ഇവിടെ നമ്മുടെ ഹാപ്പി സോൺ കൈതപ്പൊയിലേക്ക് വരുന്നത്. ഞാൻ അവിടെ വന്നു. അവർ സംസാരിച്ചിട്ട് എന്നോട് പറഞ്ഞു, എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്യേണ്ടത്. ഞാൻ ഈ ചെയ്യുന്നതിൽ അബദ്ധം ഉണ്ടെങ്കിൽ തിരുത്താനാണ് ഞാൻ ഉസ്താദിൻ്റെ അടുത്ത് വരുന്നത്. പ്രത്യേകിച്ച് നമ്മളെ ചില പ്രോഗ്രാമുകൾ കാണുമ്പോൾ ആൾക്കാർ ഒരു നല്ല തിരിച്ചറിവിലേക്ക് വരുന്നതിൻ്റെ ഒരു സൂചനയാണത്. അല്പം പ്രായം ഉണ്ടായാൽ പോലും അവർ കാര്യങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അത് നമ്മളെ പ്രോഗ്രാമിൽ കാണുന്നൊരു മെച്ചാണ്. അതുകൊണ്ടാണ് ഈ പ്രോഗ്രാം പ്രത്യേകിച്ച് യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അവർ പറഞ്ഞു, ഇവൻ എന്തെങ്കിലും ഒരു കോലാക്കി തരണം. അപ്പോൾ ഇവർ തമ്മിലുള്ള ഈ കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ, അത് ബ്രേക്കാകുന്നതാണ് ശരിയായ ആദ്യത്തെ പ്രശ്നം. അത് തീരാൻ വേണ്ടി ഞാൻ അവരെ രണ്ടാളെയും മാറി മാറി കേട്ടതിന് ശേഷം ഞാൻ ഈ മോനോട് ചോദിച്ചു, മോനെ നിനക്ക് ഈ ഉമ്മയുമായിട്ട് നല്ലൊരു സൗഹൃദ ബന്ധം കാത്തു സൂക്ഷിക്കാൻ താല്പര്യമുണ്ടോ? ആ ഉണ്ട്. എന്നാൽ ഈ ഒരാഴ്ച നീ അതൊന്ന് പ്രാക്ടീസ് ചെയ്യും. ആയിക്കോട്ടെ, ഞാൻ ചെയ്യാം. അങ്ങനെ ഞാൻ അവനോട് പറഞ്ഞു. അവനോട് ചോദിച്ചു, നിനക്ക് താമസിച്ച് പഠിക്കാൻ താല്പര്യമുണ്ടില്ല? ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ വേണ്ട. കാരണം നമ്മളെ ശൈലി തന്നെ പണ്ടന്നെ ഒരാൾക്ക് ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ കഴിയാത്തൊരു സംഗതി നിർബന്ധിക്കാതിരിക്കുക. എപ്പോഴാണോ ഒരാൾക്കൊരു വില്ലിങ്നെസ് ഉണ്ടാകുന്നത് അപ്പോഴേ അതിലേക്ക് ഒരാളെ ജോയിൻ ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പോൾ അങ്ങനെ രണ്ടാളെയും പറഞ്ഞയച്ചു. ആ കൂട്ടത്തിൽ മൊബൈൽ ഉപയോഗം വലിയൊരു വില്ലനാണ്, പ്രയാസം ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, ഇതിലൊരു മാറ്റം വരുത്താൻ മോന് താല്പര്യമുണ്ടോ? താല്പര്യമുണ്ട്, നമ്മൾ ശ്രമിച്ചു നോക്കും ഒരാഴ്ച. അവരോട് ഞാൻ പറഞ്ഞു, ഇനി അഥവാ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ അപ്പോൾ ബഹളം വെക്കണ്ട. കാരണം ബഹളം വെച്ചാൽ ആ ബഹളവും അടുത്ത ബന്ധവും മുറിയുക എന്നല്ലാതെ ബഹളം സംഭവിച്ചു പോസിറ്റീവ് ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, അതിന് ബഹളം വെക്കണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഒരാഴ്ചയായിട്ട് ഇന്നവർ വന്നു. ഇന്നവർ വന്നപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, എന്തൊക്കെയുണ്ട് മോനെ വിശേഷം? ഫോണ് ചിലപ്പോഴൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. സാരമില്ല, പലർക്കും മുതിർന്നവർക്ക് പോലും അഡൽസിന് പോലും പലപ്പോഴും വിചാരിച്ചതുപോലെയൊന്നും കൺട്രോൾ ചെയ്യാൻ കഴിയാറില്ലല്ലോ. അതൊരു വലിയ, അതിൻ്റെ പേരിൽ അവരെ ഒരു വലിയ വിചാരണ ചെയ്യേണ്ട കേസല്ലല്ലോ. ഞാൻ സാരമില്ല, നമുക്ക് ഇനിയും ശ്രമിക്കാം. ഈ തവണ ഞാൻ അവനോട് ചോദിച്ചു, നീ ഒന്ന് ആലോചിച്ച് നോക്കി, ഇതുപോലെ നിന്നെ സപ്പോർട്ട് ചെയ്യുന്നൊരു സിസ്റ്റം ഉണ്ടെങ്കിൽ നിനക്ക് താമസിച്ച് പഠിച്ചുകൂടെ? അതെ. ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചത്തിൽ അവൻ മാറി. അപ്പോൾ ഈ രണ്ട് കാര്യമാണ്, 2 പോയിൻ്റ് അവിടെ. ഒന്ന്, ഈ ഉമ്മയുടെ സംഭാഷണങ്ങൾ, വെറുപ്പിക്കുന്ന സംഭാഷണങ്ങളിൽ നിന്ന് മാറിയപ്പോൾ തന്നെ അവന് കുറച്ചും കൂടി ഒരു സ്വാതന്ത്ര്യം ഫീൽ ചെയ്യാണ്. അപ്പോൾ അവനൊന്നും കൂടി വില്ലിങ്നെസ് വരികയാണ്. പിന്നെ നമ്മുടെ സിസ്റ്റം, നമ്മളിപ്പോൾ കൊടിയത്തൂരിലേക്ക് അല്ലെങ്കിൽ തെർബീത്തിലേക്ക് പ്രവേശനം നൽകുന്നതിൻ്റെ മുമ്പ് ഒരു ക്യാമ്പ് ഉദ്ദേശിക്കുന്നുണ്ടല്ലോ. ഞാൻ അവനോട് പറഞ്ഞു, 5 ദിവസത്തെ ക്യാമ്പ്, അതൊരു കളർഫുൾ ക്യാമ്പായിരിക്കും. അവിടെ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ വെറുതെ ആഭാസകരമായി കുറേ പ്രകടനങ്ങളല്ല, മറിച്ച് അങ്ങനെ മുമ്പൊക്കെ പരിചയം ഉണ്ടാവും, വ്യത്യസ്തമായ ഒരു ക്യാമ്പ് തന്നെ ആയിരിക്കും ഇത്. പക്ഷേ നമ്മുടെ ഈ ഒരു ടീം നടത്തുന്ന അതിൻ്റെ റിസൾട്ടബിൾ ക്യാമ്പ്, വെറുതെ ഒരു വെക്കേഷനിൽ എല്ലാവരും വെറുതെ ഇരിക്കുകയാണല്ലോ, അതുകൊണ്ട് ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്യുക എന്നതിലുപരി നല്ല ഒരു റിസൾട്ടബിൾ ക്യാമ്പ് വന്നതിന് അവർക്ക് ഫലം ഉണ്ടാവും. അതായത് അവർക്ക് കുറച്ച് ഒരു അത്ഭുതങ്ങൾ കാണിക്കൽ മാത്രമല്ല, അത്ഭുതങ്ങൾ കാണിക്കാൻ പാടില്ല എന്ന് നമ്മൾ പറയുന്നില്ല, നമ്മളൊക്കെ അതിൻ്റെ ആൾക്കാരാണല്ലോ. അതായത് എത്തി തിന്നുക, അതുപോലെ കുപ്പിച്ചില്ലിന് മുകളിലൂടെ നടക്കുക, കാണിച്ചാൽ തെറ്റൊന്നുമില്ല. പക്ഷെ അതിനു വേണ്ടിയായി പോകരുത് ക്യാമ്പ്. അത് നമ്മളെ ചിന്തകളിൽ ആക്ടിവിറ്റികൾ എപ്പോഴും അർത്ഥമുള്ളതായിരിക്കും. യെസ്. പിന്നെ ചില ക്യാമ്പുകൾക്കൊക്കെ അതിനൊന്നും നമ്മൾ വിരോധം പറയല്ല, അതിനെ ഇൻസൾട്ട് ചെയ്യല്ല, വിലയിരുത്തുക മാത്രം ചെയ്യണം. എന്താ, കുട്ടികളെ കരയിപ്പിക്കുക, കരയിപ്പിച്ച് വീട്ടിലെത്തുമ്പോഴേക്ക് പഴയതുപോലെ തന്നെയാകും. അതിന് പിന്നെ അർത്ഥമൊന്നുമില്ല. മറിച്ച് ലൈഫിൽ ഫലപ്പെടുന്ന രീതിയിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ കൊടുക്കാൻ പറ്റിയാൽ അതിനർത്ഥമുണ്ട്. അവിടുന്ന് ഉണ്ടാക്കിയെടുത്തത് അത് കണ്ടിന്യൂ ആയിട്ട് ലൈഫിൽ ഉണ്ടാവാൻ അവർക്ക് സഹായമാകുന്ന രൂപത്തിലുള്ളൊരു, അതെ, അതാണ് അർത്ഥമുള്ളത്. ആ രീതിയിൽ അവരെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ക്യാമ്പ് ഇൻഷാല്ലാ നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നു. അത് നല്ലൊരു റിസോർട്ടിൽ വെച്ച് നടത്താനാണ് നമ്മുടെ പ്ലാന്. അതിന് താല്പര്യമുള്ള ആൾക്കാർ ഈ വീഡിയോ കാണുമ്പോൾ അവർ കണക്ട് ചെയ്യണം. അതിന് പറ്റുന്ന രീതിയിൽ നമ്പർ ഇൻഷാല്ലാ നമ്മൾ സ്ക്രീനിൽ നൽകുന്നു, ആൾക്കാർക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. 10ാം ക്ലാസ് കഴിഞ്ഞവർക്ക് അല്ലേ? യെസ്. 10ാം ക്ലാസ് എക്സാം എഴുതി +1 +2 ഉപരിപഠനം നോക്കുന്ന ആളുകൾക്ക് ഉള്ള ഒരു ക്യാമ്പ്. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ കഴിവും
നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള സ്കില്ലും അതേപോലെ നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് ഫാഷനും എല്ലാ പിന്നെ ഹെയർ സ്റ്റൈല്, നിങ്ങളുടെ ഡ്രസ് സ്റ്റൈല്, ഇങ്ങനെ തുടങ്ങിയ മുഴുവൻ സംഗതികളും നിങ്ങളുടെ ഇഷ്ടപ്രകാരം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രൂപത്തിൽ. അതാണ് പോയിന്റ്. അത് കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ ജീവിക്കുക എന്ന് കരുതുമ്പോൾ ചിലരൊക്കെ കരുതും ആഭാസങ്ങൾ പഠിപ്പിക്കുകയാണ്. അങ്ങനെ തെറ്റിദ്ധരിക്കുന്നവരുണ്ട്. ആഭാസങ്ങൾ ആരുടെ ഇഷ്ടമൊന്നുമല്ല. കുട്ടികൾക്ക് അവരുമായി ഇടപെട്ട് അവർക്ക് മനസ്സിലാക്കാനുള്ള അവസരങ്ങൾ കൊടുക്കുമ്പോൾ ആഭാസങ്ങളെല്ലാം അവർ സെലക്ട് ചെയ്യുന്നത് നല്ല ശരിക്കും ബാക്കിയുള്ളവർ വിചാരിക്കുന്നത് ഈ ഒരു അലങ്കോലമായിട്ടുള്ള രൂപം അതാണ് അവർക്ക് ഇഷ്ടം എന്നുള്ളതാണ്. അത് ഇഷ്ടപ്പെട്ടിട്ട് തുടരുന്നതല്ല. അതവർ അറിയുന്നില്ല. അവർ ബ്രെയിൻ വാഷ് ചെയ്യപ്പെടുന്നത് അവരറിയുന്നില്ല എന്നതാണ് അവിടുത്തെ സവിശേഷത. അപ്പോൾ അവരറിഞ്ഞ് ജീവിക്കുന്നു, ജീവിതം അറിഞ്ഞ് ജീവിക്കുന്നു, മൂല്യം അറിഞ്ഞ് ജീവിക്കുമ്പോൾ അവരെല്ലാ മൂല്യങ്ങൾക്കും വിധേയപ്പെടുന്നു, എല്ലാ മൂല്യങ്ങളും ആസ്വദിച്ച് ചെയ്യുന്നു. അതാണ് അതിൻ്റെ ശരി. ഇൻഷാ അല്ലാഹ് ക്യാമ്പിൽ വന്നാൽ അവർക്ക് കിട്ടുന്ന നേട്ടം, ചിലപ്പോഴൊക്കെ 10ാം ക്ലാസ് കഷ്ടപ്പെട്ട് പഠിച്ച വിദ്യാർത്ഥികളുണ്ടാകും. അത് മാറി ആസ്വദിച്ച് പഠിക്കാൻ അവരെ പ്രാപ്തമാക്കുക. പലപ്പോഴും നമ്മുടെ വിദ്യാർത്ഥികൾ നല്ല സ്ഥാനങ്ങളിലേക്ക്, ഉയർന്ന നിലവാരങ്ങളിലേക്കൊക്കെ എത്താൻ പ്രയാസപ്പെടുന്നത് അവരുടെ സ്കിൽ, അവരുടെ സ്റ്റൈൽ, അവരുടെ അപ്രോച്ച് ഇതൊക്കെ മനസ്സിലാക്കി അവരെ സഹായിക്കാൻ പറ്റുന്ന അധ്യാപകരുടെ അസാന്നിധ്യമാണ്. ഇൻഷാ അല്ലാഹ് അതുകൂടി നമ്മുടെ ക്യാമ്പിൽ നിന്ന് ധാരണ, അതുപോലെ തുടക്കം ലഭിക്കുകയും ഇനി തുടർന്ന് നമ്മുടെ സ്ഥാപനങ്ങളിലേക്ക് തന്നെ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള അവസരം കൂടെ ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരുക്കാം. അതിൽ തർബിയത്തിലേക്ക് വരുമ്പോൾ 2 സ്ട്രീമിലേക്കും വേണമെങ്കിൽ ആൾക്കാർക്ക് വരാം. ഉദാഹരണത്തിന് പാൻറ്റും ഷർട്ടും ഒക്കെ ധരിച്ചിട്ടുള്ള 2 ബിരുദവും 2 വിദ്യാഭ്യാസവും നേടാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും വരാം. ഇനി അതല്ല, നന്നായി പണ്ഡിതന്മാരുടെ വേഷമൊക്കെ ധരിച്ച് അങ്ങനെ ഉള്ളവർക്ക് അങ്ങനെയും ധാരാളം സംവിധാനങ്ങൾ അൽഹംദുലില്ലാഹ് നമ്മുടെ അണ്ടറിലുണ്ട്. താല്പര്യക്കാർക്ക് ബന്ധപ്പെടാവുന്നത്.